ഹലോ ഗായ്സ്, അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വന്നുള്ളത്. ഇന്ന് ഞാൻ ദുബൈയിൽ പോവാണ് കേട്ടോ. അപ്പോൾ ദുബൈയിൽ പോകുന്നത് കാരണമുണ്ട്. എൻ്റെ ഐഷുമോള് വന്നിട്ടുണ്ട്. ഒരു 3-4 ദിവസമായിട്ടുണ്ട് വന്നിട്ട്. അപ്പോൾ ഇക്കാക്ക് ജോലി തിരക്കൊക്കെ ഉള്ള കാരണം ഇതുവരെ പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ മുന്നേ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ലീവുള്ള ദിവസം നമുക്ക് പോയി കാണാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഐഷുവിനെ കണ്ടിട്ട് ഏകദേശം ഒരു 3-4 മാസമായിട്ടുണ്ട്. അപ്പോൾ പോണ വഴിയിൽ എനിക്ക് ചെറുതായിട്ട് ദാഹം. അതങ്ങനെയാണല്ലോ, നമുക്ക് എന്തായാലും പുറത്തൊക്കെ ഇറങ്ങിയ ഒരു ചെറിയ ദാഹവും വിശപ്പും ഒക്കെ വരില്ലേ. അപ്പോൾ ഞങ്ങൾ ഒരേട്ടനൊക്കെ ഒയാസിസിൽ ഇറങ്ങിയിട്ട് ഒരു ഐസ്ലാറ്റ് വാങ്ങിച്ചിട്ടോ. ഒരെണ്ണേ വാങ്ങിച്ചുള്ളൂ, രണ്ടുപേരും. എനിക്ക് ഫുള്ളായിട്ട് അങ്ങനെയൊന്നും പോവില്ല. അവരങ്ങനെ രണ്ടുപേരും പകുതി പകുതി അങ്ങനെ എനിക്ക് എപ്പോഴും വാങ്ങിക്കാറ്. ഇഷലച്ച നല്ല ഉറക്കം. ഇഷലച്ച അപ്പോൾ വണ്ടി കയറി നല്ല ഉറങ്ങും കേട്ടോ. ഞാനും അവളൊപ്പം ഇങ്ങനെ ഇരുന്നുണ്ടെങ്കിൽ അവളിങ്ങനെ ഉറങ്ങൊന്നുമില്ല, ഈ വാശി പിടിച്ച് ഇങ്ങനെ ഇരിക്കും. ഇതാകുമ്പോൾ ഞാൻ ഫ്രണ്ടിൽ കയറി ഇരുന്ന് അവൾ ആ കാർ സീറ്റിലിരുന്ന് നല്ലോണം ഉറങ്ങും. ഉറങ്ങിയാലേ ഞാൻ കേട്ടോ നല്ല മോളാവുള്ളൂ എൻ്റെ മോള്. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അവൾക്ക് കുറച്ച് കാഷ്യൂനട്ട്, പിസ്ത, പിന്നെ അത്തിപ്പഴം, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത്തിപ്പഴം ഒന്നും എടുത്തില്ല. അത്തിപ്പഴം എടുത്തിട്ടുണ്ടായിരുന്നു, 2 എടുത്തിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം ഇശലും തിന്ന്, ഒരെണ്ണം അമ്മയ്ക്കും തിന്ന്. അങ്ങനെ ഞങ്ങൾ റാവിസി കയറി ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. ഇശലച്ച കണ്ട വാശിയൊക്കെ പിടിച്ചിട്ട് ഇരിക്കുക കേട്ടോ. അങ്ങനെ ഞാൻ കൊഴുക്കട്ടയും സമൂസയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചായയും ഒരു ലെമൺ ജ്യൂസ് കേട്ടോ. ലെമൺ ജ്യൂസ് എനിക്ക്, ചായ അമ്മയ്ക്കാക്ക്. എനിക്ക് ചായ ഇഷ്ടമല്ല. പിന്നെ നല്ലൊരു മുരിഞ്ഞ ഇപ്പം പൊരിച്ചെടുത്ത ഒരു പഴംപൊരി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ചൂടായിരുന്നു. അതും തിന്നു. പിന്നെ ലെമൺ ജ്യൂസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സ്ട്രോ ഇശൽ കൊണ്ടുപോയി കേട്ടോ. പിന്നെ ഞാൻ ഗ്ലാസ്സിലാണ് കുടിച്ചത്. അങ്ങനെ ഇശലിനെ അതിൽ നിന്ന് ഇത്തിരി കൊടുത്തു. ഇശലിനെ ഇഷ്ടമാണ്, കുറച്ച് പുള്ളിയുള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടമാണ്. സ്ട്രോ ഇശൽ കൊണ്ടുപോയി. അങ്ങനെ അടുത്തൊരു ഷോപ്പ് ഉണ്ടായിരുന്നു, മദീന എന്ന് പറഞ്ഞിട്ട്. അവിടുന്ന് ഞങ്ങൾ ഐഷുക്കുട്ടിക്ക് കിൻഡർ ജോയ് വാങ്ങാൻ കയറി കേട്ടോ. അപ്പോൾ ഞാൻ ഈ ലിൻഡൻ്റെ ചോക്ലേറ്റ് കണ്ടപ്പോൾ കുറേ നാളായി തിന്നണം എന്നുള്ളൊരാഗ്രഹം. കണ്ട അപ്പം തന്നെ എടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഞങ്ങൾ പുറത്തുനിന്ന് ചായ കുടിക്കാൻ കാരണം അവരെങ്ങോട്ടോ പുറത്ത് പോയേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയും നേരം വെയിറ്റ് ചെയ്യേണ്ട, ഒരു ചായയൊക്കെ കുടിച്ച് ഉഷാറാ വെച്ചിട്ടാണ് ഞങ്ങൾ പുറത്തുനിന്ന് ചായയൊക്കെ കുടിച്ചത്. അങ്ങനെ കുറേ നേരം സംസാരിച്ച് ഐശ്വനുള്ള ഗിഫ്റ്റ് കൊടുത്തിട്ടോ. അപ്പോൾ ഐശ്വനുള്ള ഗിഫ്റ്റൊക്കെ കൊടുത്ത് ആൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ കുറേ നേരം അവിടെ നിന്ന് സംസാരിച്ച് പിന്നെ മക്കൾക്കൊക്കെ ബോറടി തുടങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങൾ അടുത്തുള്ളൊരു പാർക്കിലേക്ക് പോയി. ഐഷുവിന് ഇഷ്ടമെന്ന് വെച്ചാൽ ഹാപ്പി, കാരണം പാർക്ക് കണ്ട അവർ പിന്നെ ഹാപ്പി. നേരം ഈ മുന്നാലും തന്നെ ഇരുന്നു കേട്ടോ. അങ്ങനെ അടുത്തൊരു കുഞ്ഞേ കട കണ്ടപ്പോൾ ഞങ്ങൾ അവർക്ക് ചിപ്സൊക്കെ വാങ്ങിച്ചു കൊടുത്ത്. അപ്പോഴേക്കൊക്കെ ഇക്ക വന്നു. പിന്നെ ഞങ്ങൾ മന്തിക്കടയ്ക്ക് നടന്നു പോകാമെന്ന് വിചാരിച്ചിട്ടോ. അടുത്ത് തന്നെ കുറച്ച് നടക്കാനുള്ളൂ. അങ്ങനെ ഫസ്റ്റ് ഞങ്ങൾ വിചാരിച്ചു ഗ്രില്ല് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു മന്തി ഷോപ്പ് കണ്ടപ്പോൾ വിചാരിച്ചു മന്തി കഴിക്കാം. എനിക്കെന്തോ മന്തി കഴിക്കാനുള്ള ഒരു ആഗ്രഹം. ഇതെന്തോ റോയൽസ് അങ്ങനെ എന്തോ പറഞ്ഞിട്ടായിരുന്നു മന്തിക്കട. തമാശ എന്താ വെച്ചാൽ ഞാൻ മന്തി വരണമൊന്നും വീഡിയോ എടുത്തില്ല. മന്തിയൊക്കെ തിന്ന് കഴിഞ്ഞ് ലുക്കിമാത്ത് വരുന്ന വീഡിയോ ആണ് എടുത്തുള്ളത്. അപ്പോൾ ഐശ്വര്യന് ഇനി എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവിൽ മിൽക്ക് വേണമെന്ന് പറഞ്ഞു. പിന്നെ അത് വാങ്ങാൻ പോയിട്ടോ. രണ്ട് ഗ്ലാസ് വാങ്ങിച്ചുള്ള, വിശപ്പില്ല. വീടിന്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തൊക്കെ വന്നു. ഐഷു ഹാപ്പി, ഞങ്ങളും ഹാപ്പി. പിന്നെ വേറെ പരിപാടികളൊന്നുമില്ല. ഇനി ഇതൊക്കെ തിന്ന് കഴിഞ്ഞ് ഒന്ന് യാത്ര പറഞ്ഞിട്ട് ഇനി നേരെ വീട്ടിലേക്ക് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.